നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM നേതാവ് EP ജയരാജൻ BJPയിൽ ചേരാൻ ആഗ്രഹം അറിയിച്ചിരുന്നെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. EP പുസ്തകം എഴുതിയത് MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചാണെന്നും AP അബ്ദുള്ളക്കുട്ടി. കണ്ണൂരിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. സംഭവത്തിൽ മമ്പറം സ്വദേശി ധനേഷ് അറസ്റ്റിൽ. മാഹിയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം. ഡിസംബർ 4 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തും. കക്ഷി രാഷ്ട്രീയ പരിഗണന നോക്കാതെ 52 വാർഡുകളിലും നഗരസഭ കാഴ്ചവെച്ചത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തികളാണെന്ന് തലശ്ശേരി നഗരസഭ ഭരണസമിതി അംഗങ്ങൾ. ഇവയിൽ ഭൂരിഭാഗവും പൂർത്തീകരിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ. വാർത്തകൾ വിശദമായി. CPIM നേതാവ് EP ജയരാജൻ BJPയിൽ വരാൻ ആഗ്രഹം അറിയിച്ചിരുന്നുവെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. ജയരാജൻ വേണ്ടെന്ന് സംസ്ഥാന നേതാക്കൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി തന്നെയാണ് ജാവേദ്കർ ചർച്ച നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. P ജയരാജൻ ആത്മകഥ എഴുതിയാൽ EP-യുടെ കഥ മുഴുവൻ പുറത്തുവരും. EP പുസ്തകം എഴുതിയത് തന്നെ MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. EP ജയരാജന്റെ ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം ഗോവിന്ദ മാഷയെയും P ജയരാജനെയും വിമർശിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പുസ്തകമാണ്. സത്യത്തിൽ ഇന്നലെ എല്ലാ ആളുകളെയും ക്ഷണിച്ചു. ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോവിന്ദ മാഷ വിളിച്ചില്ല. സത്യത്തിൽ പിണറായി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ പുസ്തക ചടങ്ങിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഗോവിന്ദ മാഷ അധ്യക്ഷനാവുമെന്നാണ്. ഗോവിന്ദ മാഷ പരിപാടിക്ക് ഒരു കത്ത് പോലും കൊടുത്തില്ല. അത്രമാത്രം ഗോവിന്ദൻ വിരോധമാണ് EP ജയരാജന്റെ പുസ്തകത്തിലും പ്രകാശനത്തിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ P ജയരാജനും കൂടി ഒരു പുസ്തകം എഴുതണം. അപ്പോൾ EP ജയരാജന്റെ എല്ലാ കഥയും പുറത്തു വരും എന്നാണ് എനിക്ക് P ജയരാജനോട് അഭ്യർത്ഥിക്കാനുള്ളത്. പക്ഷെ EP ജയരാജൻ CPM വിട്ട് BJP ചേരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല. എല്ലാ ആളുകളെയും BJPയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എടുക്കാത്തത് കൊണ്ടാണോ ഇത് നടക്കാതെ പോയത്? തീർച്ചയായും ജയരാജന് ഞങ്ങൾ ഇവിടെ വരാൻ താല്പര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യമില്ല. അതിനു വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്തു. ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം. കാരണം ജയരാജന്റെ കോലത്തിലുള്ള ആള് പറ്റിയ പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ചർച്ച നടന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വികാരം. ജയരാജനുമായിട്ട് തന്നെ ചർച്ച നടന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് P ജയരാജൻ കൂടി ഉടനെ ഒരു പുസ്തകം എഴുതണം. അപ്പോഴാണ് EP ജയരാജന്റെ ആത്മകഥ പുറത്തു വരിക. കണ്ണൂരിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. RPF ഉദ്യോഗസ്ഥനായ ശശിധരനാണ് ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ മമ്പറം സ്വദേശിയായ ധനേഷിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 11:30-യോടെയാണ് സംഭവം. കണ്ണൂരിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. RPF ഉദ്യോഗസ്ഥനായ ശശിധരനാണ് ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ മമ്പറം സ്വദേശിയായ ധനേഷ് എന്നയാളെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1ാം പ്ലാറ്റ്ഫോമിൽ ലേഡീസ് വെയിറ്റിംഗ് റൂമിന് സമീപത്ത് ഒരാൾ കിടക്കുന്നത് കണ്ട് പരിശോധിക്കുന്നതിനിടെയാണ് ഇയാൾ ആക്രമിച്ചത്. സംഭവം ശശിധരൻ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ വളരെ മോശമായിട്ട് അയാൾ പെരുമാറി. അയാൾ ലേഡീസിൻ്റെ വെയിറ്റിംഗ് റൂമിന് മുന്നിൽ പിന്നെ ഈ പ്രതി എന്ന് പറഞ്ഞ ആൾ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ അയാളുടെ ബാഗും ഫോണും കുറച്ച് ദൂരെയായിരുന്നു. അപ്പം ഈ നമ്മൾ RPFിലെ അവർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ് നിങ്ങളുടെ ബാഗും ഫോണും എടുത്ത് വെക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ യാതൊരു പ്രകോപനമില്ലാതെ ഈ നമ്മുടെ RPFിൻ്റെ ഡ്യൂട്ടിയിലെ ഉദ്യോഗസ്ഥരെ പിന്നെ കയ്യേറ്റം ചെയ്യാറുണ്ടായത്. കയ്യേറ്റം ചെയ്യുക മാത്രമല്ല യൂണിഫോം വലിച്ചു കയറി അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു. ഓരോരുത്തർ കഴിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ സ്റ്റേഷനിൽ മറ്റ് മൊഴി തന്നു. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേസ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. അവൻ്റെ ഇന്നലെ തന്നെ ഞങ്ങൾ പിന്നെ അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിനെ കയ്യോട് പിടിച്ചു. ഡോക്ടറെ കൊണ്ടുപോയിട്ട് മെഡിക്കൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം രാവിലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട് ആഗ്രഹിക്കും വിധം തലശ്ശേരി MG റോഡിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ.
കേവലം ജനപ്രതിനിധികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇതെന്നും പൈതൃക നഗരത്തെ ഏറ്റവും മനോഹരമായി നിലനിർത്താൻ ഓരോ തലശ്ശേരിക്കാരന്റെയും ഉത്തരവാദിത്തമാണെന്നും സ്പീക്കർ പറഞ്ഞു. തലശ്ശേരി MG റോഡ് സൗന്ദര്യവത്കരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി MG റോഡ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ നിർവഹിച്ചു. തെരുവിന്റെ ഭംഗി ആസ്വദിച്ച് തെരുവിലൂടെ ആട്ടവും പാട്ടുമായി നടന്നുകൊണ്ടാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത്. നാടാഗ്രഹിക്കും വിധം MG റോഡിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. കേവലം ജനപ്രതിനിധികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇതെന്നും പൈതൃക നഗരത്തെ ഏറ്റവും മനോഹരമായി നിലനിർത്താൻ ഓരോ തലശ്ശേരിക്കാരന്റെയും ഉത്തരവാദിത്തമാണെന്നും സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതോടൊപ്പം വളരെയധികം പ്രമുഖമായ അല്ലെങ്കിൽ തലശ്ശേരി ബേക്കറിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ജയവാരി. തലശ്ശേരി ഊണ് കഴിക്കാൻ വരുന്ന ഒരാൾ ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ ഊണ് കഴിക്കുന്ന സ്ഥലമാണ് മോഡൽ. ഇങ്ങനെ KR ബിസ്ക്കറ്റ്, ഇങ്ങനെ നിരവധി ഉച്ചൂക്കാൻ്റെ കട, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഈ MG റോഡിലാണ്. ഈ MG റോഡിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഇത് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇത് വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടേതല്ല, ഇത് ജനപ്രതിനിധികളല്ല, മറിച്ച് ജനങ്ങളുടേതാണ്. ഈ സ്ട്രീറ്റ് എല്ലാ കാലത്തും ഈ നിലയിൽ നിലനിർത്താൻ ഈ സ്ട്രീറ്റിൽ നിൽക്കുന്നവർ മാത്രമല്ല ഓരോ തലശ്ശേരിക്കാരുടെയും ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഈ സ്ട്രീറ്റ് നിലയിൽ ബ്യൂട്ടിഫൈ ചെയ്ത് നിൽക്കേണ്ടത്. ഇവിടെ ഇന്ന് ഒരു തീരുമാനമില്ല, വെറും സോഷ്യൽ മീഡിയയിലെ പ്രചരണം മാത്രമാണ് ഈ രീതിയിലേക്ക് ജനങ്ങൾ എഴുതുന്നത്. 6 മണി മുതൽ നൂറുകണക്കിന് ജനങ്ങൾ ഇവിടെ ഒഴുകി വരികയും ചടങ്ങ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നട്ട ബോബാബ് വൃക്ഷത്തെ തലശ്ശേരിയിലെ പൈതൃക വൃക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്പീക്കർ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. 1.25 കോടി രൂപ ഉപയോഗിച്ചാണ് നഗരസഭാ ഓഫീസിന് മുൻവശം മുതൽ ജനറൽ ആശുപത്രി വരെ റോഡിന് ഇരുവശവും അഴുക്കുചാൽ ആഴം കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് സ്ലാബിട്ടും, രണ്ടാം ഘട്ടത്തിൽ തുറമുഖ വകുപ്പിന്റെ 2.5 കോടി രൂപ ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തും നഗരസഭ വാർഷിക പദ്ധതിയിൽ 90 ലക്ഷം രൂപയുടെ നടപ്പാത ഉൾപ്പെടെ സൗന്ദര്യവൽക്കരിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമിനറാണി ടീച്ചർ, വൈസ് ചെയർമാൻ MV ജയരാജൻ, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, നഗരസഭാ സ്ഥിരസമിതി അംഗങ്ങളായ ഷബാന ഷാനവാസ്, TK സാഹിറ തുടങ്ങിയവർ പങ്കെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തെ മാഹി നിയോജക മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമായി. പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിസംബർ 4 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തും. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ കം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ G. മോഹൻകുമാർ മാഹി ഗവൺമെന്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. Then further process after draft publication, claims and objection as already stated by CEC. Then notice phase that will continue from 9th December. Claims and objection is 8/1/2026 till the 8th January. Notice phase will continue till 31st January. Then the final publication of vote on 7th. So now this emphasis on this one. Idhula last election irundhu irukra changes sila guidelines I will read it out also. For the electors whose enumeration form have not returned, BLO will identify probable cause. For preliminary inquiry nearby they will inquire. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ നടക്കുന്ന പ്രക്രിയകൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ വിശദീകരിച്ചു. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിച്ച് വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോറത്തിന്റെ 2 കോപ്പികൾ നൽകുമെന്നും റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D. മോഹൻകുമാർ അറിയിച്ചു. എല്ലാ വോട്ടർമാരും ബൂത്ത് ലെവൽ ഓഫീസർമാർ തരുന്ന 2 ഫോമും പൂരിപ്പിച്ച് ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ഫോമിൽ പതിപ്പിച്ച് നൽകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ പരാതികൾ സമർപ്പിക്കാനുള്ള കാലയളവാണെന്നും RA പറഞ്ഞു.
സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി മാസം 7-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നും റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. To those electors who could not be linked with previous SIR electoral rolls to ascertain their eligibility. Only if they are not linked to the previous SIR, either themselves, like whoever is born like by before 1987, if they are enrolled, just their detail is enough. Or their father, mother, family related details are there, that can be filled. Then for them, we will not issue notice. Whoever cannot be linked, then notice will be issued, document will be sought. 13 document already ECA has given indicative document. In addition to that one, ERO has a discretion to conduct inquiry. If some people are not having document, we will conduct inquiry. We will get to know whether they are eligible voters. പാനൂർ നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി വ്യാപാരി നേതാക്കൾ. ടൗണിലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നഗരസഭ അലംഭാവം തുടരുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പാനൂർ ടൗണിൽ തെരുവുവിളക്കുകൾ പ്രകാശിക്കുന്നില്ല. മത്സ്യ മാർക്കറ്റ് പരിസരം വൃത്തിഹീനമാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടും 2 വർഷമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടില്ല. ബൈപ്പാസ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കൂത്തുപറമ്പ് റോഡിലെ ഓവുചാലുകളുടെ സ്ലാബ് ഇളകിയും പൊളിഞ്ഞും കിടക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് വ്യാപാരികൾ ഉന്നയിച്ചത്. വ്യാപാരികളെയും പൊതുജനങ്ങളെയും ദ്രോഹിച്ച് വീതി കുറഞ്ഞ പാനൂർ ടൗണിൽ PWയുടെ യാതൊരു അനുമതിയുമില്ലാതെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ സിഗ്നൽ സംവിധാനം ജനരോഷത്താൽ നിർത്തലാക്കേണ്ടി വന്നു. 15 ലക്ഷത്തോളം രൂപ സർക്കാരിന് നഷ്ടം. പാനൂർ ടൗണിൽ സംഘടന ആവശ്യപ്പെട്ടതിൽ പിന്നെ നിലവിൽ വന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി 12/10/23 ശേഷം ഇതുവരെ സംഘടന പലതവണ ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായി പിടിച്ചു ചേർത്തിട്ടില്ല. ഒരു ആഴ്ച കഴിഞ്ഞാൽ വിളിച്ച് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ഫണ്ട് പാസ്സായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഈ മാലിന്യമുക്ത മാലിന്യം പറഞ്ഞിട്ട് ഇപ്പം മാലിന്യങ്ങൾ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്. ഇതാണ് നമ്മൾ വ്യാപാര വ്യവസായ മുഖ്യ അജണ്ട. അതേപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് വഴി നമ്മൾ ഈ പാനൂർ ടൗണിൽ ഇപ്പോൾ പൊട്ടിപ്പൊട്ട സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്. ഇത് റോഡ് കുറച്ചും കൂടി കയറ്റി എടുത്താണ് അവർ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിന് തീരുമാനം എടുത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപേ നഗരസഭാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇവ പെടുത്തിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഭാരവാഹികളായ KK പുരുഷോത്തമൻ, N വത്സൻ, MTK ദിനേശൻ, MTK രാജേഷ് എന്നിവർ അറിയിച്ചു. മുൻ ഇന്ത്യൻ ജൂനിയർ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി താരവുമായിരുന്ന പ്രേംരാജ് ഗോവിന്ദ് തലശ്ശേരിയിൽ നിര്യാതനായി. 72 വയസ്സായിരുന്നു. നഗരസഭാ സ്റ്റേഡിയം പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ഉറ്റവരും കായിക പ്രേമികളും നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1978 ഇന്ത്യൻ ജൂനിയർ ഫുട്ബോൾ ടീമിൽ കളിക്കുകയും 2 തവണ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി സന്തോഷ് ട്രോഫിയിൽ ജേഴ്സി അണിയുകയും ചെയ്ത മികച്ച ഫീൽഡറായിരുന്നു പ്രേംരാജ്. മുംബൈയിലെ പ്രശസ്ത ക്ലബ്ബായ ഓർക്കെ മിൽസ്, കൊൽക്കത്തയിലെ മുഹമ്മദൻസ് എന്നിവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. മുംബൈയിൽ പശ്ചിമ റെയിൽവേയിൽ ജോലി നേടുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തു. 2002 തലശ്ശേരിയിൽ തിരിച്ചെത്തിയ ശേഷം വർഷങ്ങളോളം തലശ്ശേരി റോവേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലകനായി പ്രവർത്തിച്ചു. അസുഖബാധിതനായതിനെ തുടർന്ന് ക്ലബിലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MB അരവിന്ദാക്ഷന്റെ ഇടപെടലിലൂടെ കഴിഞ്ഞ 3 മാസങ്ങളായി സമരിറ്റൻ ഹോമിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. സാമൂഹിക പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നുള്ള ചെറിയ തുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത വരുമാനം. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്ന P പ്രസന്നൻ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് തുടക്കമായി. എഴുത്തുകാരൻ രാജു കാട്ടുപുനത്തിന്റെ വീട്ടിലെത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ സ്പെഷ്യൽ
ഇന്റൻസീവ് റീവിഷന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ രാജു കാട്ടുപുനത്തിന്റെ വീട്ടിലെത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിർവഹിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റ് സംശദീകരിക്കുന്ന ഈ അവസരത്തിൽ കൊത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഒരു പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഇവിടെ വെച്ച് നടത്തിയിട്ടുള്ള, എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഞാൻ അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ SIRൻ്റെ പ്രവർത്തനം എല്ലാ വോട്ടർമാരുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ പദ്ധതിയായി നടത്താൻ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ K. ബാബു, പാനൂർ വില്ലേജ് ഓഫീസർ M. ബിജീഷ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് A. ജിതീഷ് കുമാർ, BLO മാസ്റ്റർ ട്രെയിനർ സജീവ് ഒതയോത്ത്, BLO CV സുധീർ എന്നിവർ പങ്കെടുത്തു. അതിനുവേണ്ടി ഒരു നല്ലൊരു ഉദ്യോഗസ്ഥ തലത്തിൽ നല്ലൊരു സന്നാഹം തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ BLOമാരെ സജ്ജരാക്കിയിട്ടുണ്ട്, AEROമാരുണ്ട്, EROമാരുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥ നിര തന്നെ ഇതിനെ അത്രയും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിലൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അത് ജനാധിപത്യ സംരക്ഷണം അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇന്നു മുതലാണ് ഈ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മഞ്ഞൾ കൃഷി നടത്തിയ വിദ്യാർത്ഥികൾ മുൻ കൃഷിമന്ത്രി KP മോഹനൻ MLAക്കൊപ്പം പ്രഭാത നടത്തത്തിന് അവസരമൊരുക്കി കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ 12ാം വാർഡ് അംഗം ഫൈസൽ കുലോത്ത്. കുട്ടികളിൽ കൃഷിയോട് താൽപര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡംഗം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണങ്കോട് ഫ്ലോർ മിൽ മുതൽ വട്ടോളിപ്പറമ്പിൽ കുട്ടികൾ മഞ്ഞൾ കൃഷി നടത്തിയ പറമ്പ് വരെയാണ് KP മോഹനൻ MLAയോടൊപ്പം പ്രഭാത സവാരി നടത്തിയത്. കുട്ടികൾ ആവേശത്തോടെയാണ് പ്രഭാത സവാരിയിൽ പങ്കാളികളായത്. പ്രദേശത്തെ വിദ്യാർത്ഥികളാണ് മഞ്ഞൾ കൃഷി വിജയകരമായി നടത്തിയത്. പ്രഭാത സവാരിക്ക് ശേഷം കൃഷിയിടത്തിലൊരുക്കിയ ചടങ്ങിൽ KP മോഹനൻ MLA വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ഈ സംരംഭം മാതൃകാപരമാണെന്നും കാർഷിക മേഖലയിലേക്ക് കൂടുതൽ കുട്ടികൾ കടന്നു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണങ്കോട് പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാർഷിക പ്രദേശമാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ പഴയകാലത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള നമ്മുടെ കുഞ്ഞിക്കണ്ണനും അതുപോലെ തന്നെ ഫൈസലും ഒക്കെ തന്നെ അതിന് കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുട്ടികളുടെ കൃഷി അത് വേറെ ഒന്നും ചേർക്കാതെ ജൈവ കൃഷിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതിന് പ്രോത്സാഹനമായിട്ടാണ് മറ്റുള്ളവരൊക്കെ തന്നെ ജൈവവളവും അതോടൊപ്പം തന്നെ മഞ്ഞളും പലതരത്തിലുള്ള കൃഷിയും ഇവിടെ ഈ പ്രദേശത്ത് നമ്മുടെ ഫൈസലിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു. അതിനിവിടുത്തെ പ്രദേശത്തെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ അതിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൽ പങ്കാളികളായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും അതോടൊപ്പം ഇത് മാതൃകാപരമാണ് എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രോത്സാഹനവുമാണ്. മറ്റുള്ളവർക്ക് അത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന രൂപത്തിലേക്ക് മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ വരും. അവർക്ക് അതൊരു വലിയൊരു പ്രോത്സാഹനവുമായിട്ട് മാറും. അതുകൊണ്ട് കുട്ടികളെ കൃഷിയിലേക്ക് ഇറങ്ങിച്ചേർക്കാം. 7 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ 2 കിലോ വിത്ത് നട്ട് 21.5 കിലോ വിളവെടുത്ത ടീം ഇതൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ടീം കോച്ച് പ്രസന്നയുടെ നേതൃത്വത്തിൽ K. റയാൻ, സലീഷ്, നൈതിക വിജേഷ്, സാൻവിക രാജീവൻ, തീർത്ഥ ബാബു, റിൻവിൻ ഷെറിൻ എന്നിവരാണ് കൃഷി ചെയ്തത്. 2 കിലോ വിത്ത് നട്ട് 15.5 കിലോ വിളവെടുത്ത് കെജശ്രീ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ടീം കോച്ച് CK കുഞ്ഞിക്കണ്ണൻ്റെ നേതൃത്വത്തിലാണ് MK ആരാധ്യ, ശ്രീജേഷ്, ഋഷികേശ് കൊച്ചേരി, ആൽവിൻ പവിത്രൻ, ആഷൻ ശ്രീലേഷ്, അയാൻ ദേവ് എന്നിവർ ചേർന്ന് കൃഷി നടത്തിയത്. ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ മഞ്ഞൾ കൃഷിയിൽ പങ്കാളികളായത്. ഞാൻ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് പറയാനുണ്ട്, നമുക്ക് കൃഷി ചെയ്താലോ
വാർഡ് മെമ്പർ ഫൈസൽ കൂലോത്താണ് മഞ്ഞൾ കൃഷി നടത്തുകയും വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തത്. അത്യധികമായ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ മഞ്ഞൾ കൃഷിയിൽ പങ്കാളികളായതെന്ന് ഫൈസൽ കൂലോത്ത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫൈസൽ കൂലോത്ത്, കുന്നോത്തുറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറാണ്. വിവിധ വികസന പ്രവർത്തനങ്ങളോടൊപ്പം കൃഷിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തുലിത വികസനം എന്ന രീതിയിലാണ് ഈ 5 വർഷവും മുന്നോട്ട് പോയിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ ഏറെ അഭിമാനമുള്ളത് കുട്ടികളുടെ കൃഷി മത്സരമാണ്. ആ കുട്ടികളുടെ കയ്യിൽ വിത്ത് കൊടുത്ത് വളം കൊടുത്ത് കൃഷി ചെയ്യാൻ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ആദ്യം കിട്ടിയ അനുഭവമാണ് മെമ്പറെ. ആരും ഇതുവരെ ഇത് നൽകിയിട്ടില്ല. ഇത് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾ ആവേശത്തോടു കൂടി കൃഷി ചെയ്തത് കണ്ടപ്പോൾ ഏറെ അഭിമാനം തോന്നിയ, ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച നിമിഷമാണ്. ഇതെല്ലാം ആ മക്കൾ നട്ടുവളർത്തിയ മഞ്ഞൾ കൃഷി മത്സരം സീസൺ 2 മത്സര ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറയാം. സീസൺ 1 വിജയികൾക്ക് നമ്മൾ ഓൾറെഡി സമ്മാനം കൊടുത്തു കഴിഞ്ഞു. തീർച്ചയായും പ്രിയപ്പെട്ടവർ, ഇത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. മത്സരിക്കുന്ന വിവിധ വാർഡുകൾ, കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതൊരു മാതൃകയാക്കപ്പെടട്ടെ. ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അവിടുത്തെ കുട്ടികളിലേക്ക് മത്സരാടിസ്ഥാനത്തിൽ തന്നെ കാർഷിക അഭിരുചി വളർത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. CK കുഞ്ഞിക്കണ്ണൻ, PK മോഹൻദാസ്, TTS സൈനാർ ഹാജി, BB യൂസഫ്, KP പ്രസന്ന, K സിൽന, അനിഷ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതായി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ. സർക്കാർ പൂർണ്ണ പിന്തുണ നൽകിയതായും ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചറും വൈസ് ചെയർമാൻ MV ജയരാജനും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർഷക്കാലം സമസ്ത മേഖലകളിലും, അതായത് വികസനത്തിന്റെ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ടുള്ള 159 വർഷം പിന്നിടുന്ന തലശ്ശേരി നഗരസഭയെ കേരളത്തിലെ ഒരു ആധുനിക നഗരസഭയാക്കി മാറ്റുന്നതിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചുവടുവെപ്പുകൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഇനി വരുന്ന 5 വർഷക്കാലം നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെ കൗൺസിലിൻ്റെ ആരംഭകാലത്ത് നമ്മുടെ മൺമറഞ്ഞുപോയ വൈസ് ചെയർമാൻ അടക്കമുള്ള കമ്മിറ്റികളിൽ അത്ര ഒരു തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇക്കാലയളവിൽ നേർവഴിക്ക് മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂവെന്നും വഴിവിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇരുവരും വ്യക്തമാക്കി. ടൂറിസം വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, പൊതുമരാമത്ത് എന്നീ മേഖലകൾക്ക് പ്രാമുഖ്യം നൽകിയതോടെ നഗരസഭയുടെ മുഖം മാറി. മുൻ ആഭ്യന്തരമന്ത്രിയും MLAയുമായ കോടിയേരി ബാലകൃഷ്ണൻ തുടക്കമിട്ട തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിലൂടെ തലശ്ശേരി മാതൃക ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീറിന്റെ അർപ്പണബോധവും ദീർഘവീക്ഷണവും നഗരത്തിന് നേട്ടമായെന്നും അവർ കൂട്ടിച്ചേർത്തു. MLA ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരാണ് തലശ്ശേരിയിൽ ആദ്യമായിട്ട് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ അവരുടെ വികസന പദ്ധതികൾ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് പിന്നീട് അതിനൊരു തടസ്സം നേരിടുകയും അദ്ദേഹത്തിന് മരണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരുപാട് തലശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൈപ്പാസ് റോഡിൻ്റെയൊക്കെ വരവോടുകൂടി, ഹൈവേയുടെ വരവോടുകൂടി തലശ്ശേരിക്ക് ചെറിയൊരു മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് വീണ്ടും അതിൻ്റെ ഒരു പ്രവർത്തനം നല്ല നിലയിലായിട്ടുണ്ട്. ധാരാളം വിദേശികളായ ആളുകൾ തന്നെ നമ്മുടെ ഒരുപാട് ചരിത്രപ്രധാനമായ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ വരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു ദീർഘവീക്ഷണ കാര്യത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റൊന്ന്, സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ വളരെ താവളമായിരുന്ന കടൽപ്പാലം അതൊക്കെ ഇന്ന് നവീകരിച്ച് കഴിയുന്ന വിധത്തിൽ, കാരണം മനുഷ്യൻ്റെ മനോഭാവം മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അവർക്ക് വലിച്ചെറിയാമെന്നുള്ളൊരു സങ്കല്പത്തിലൂടെ കടന്നു വന്ന ആളുകളായതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ടും തലശ്ശേരിയുടെ ഈ കടൽപ്പാലത്ത് നമ്മുടെ നഗരസഭയും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ ചേർത്തുകൊണ്ട് ധാരാളം മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ അവിടെ വന്നിരിക്കുകയും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട് തന്നെ അതിലേക്ക് ഇടാത്തൊരവസ്ഥയുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഹൈടെക് റോഡുകൾ, ആധുനിക നഗരസഭാ ഓഫീസ്, പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ലൈഫ് പദ്ധതി, അംഗൻവാടികൾ, ബയോമിത്രം ക്ലിനിക്, സ്വാന്തനം ആർദ്രം പദ്ധതികൾ, ബഡ്സ് സ്കൂൾ, കുടിവെള്ള പദ്ധതികൾ, ഡ്രൈനേജ് നവീകരണം, ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്നിവ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഈ 5 വർഷം കൊണ്ട് നടപ്പാക്കിയെന്നും തലശ്ശേരി നഗരസഭ കേരളത്തിലെ ആധുനിക നഗരസഭകളിലൊന്നായി മാറിയെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പൂർത്തീകരിച്ചവയ്ക്ക് പുറമെ ചുരുക്കം ചില പദ്ധതികൾ പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചറും വൈസ് ചെയർമാൻ MV ജയരാജനും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം പഴയ പാണ്ഡികശാലകളിൽ നിന്നും ഇനി നിലനിന്ന് പോകുന്ന കച്ചവട സാധ്യതകൾ കുറച്ച് മങ്ങിയ ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ടൂറിസത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടൂറിസം മേഖലകളിൽ, അതായത് ഗവൺമെൻറ് സ്പീക്കറെ സംവിധാനത്തോടുകൂടി തന്നെ ധാരാളം പുതിയ കാര്യങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട, ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, മാലിന്യ സംസ്കരണ രംഗത്ത് ബഹുദൂരം തലശ്ശേരി നഗരസഭ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൗൺസിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ കളക്ഷൻ ചെയ്യുമെന്നല്ലാതെ അത് കൃത്യമായ മാർഗത്തിലൂടെയുള്ള ഒരു പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്നില്ല. 52 വാർഡുകളിൽ നിന്ന് ഹരിതസേനാംഗങ്ങളെ ഉപയോഗിച്ച് അജൈവ മാലിന്യങ്ങൾ മുഴുവൻ സംഭരിച്ച് കണ്ടിക്കലെത്തി അവിടെ വെച്ച് അത് സോർട്ട് ചെയ്ത് തരംതിരിച്ച് സെഗ്രിഗേഷൻ നടത്തി വെയിൽ ചെയ്തിട്ടാണ് നമ്മൾ കളിപ്പറമ്പിലുള്ള ഒരു കമ്പനിക്ക് അത് കയറ്റിയായിരുന്നത്. മൊകേരി ഗ്രാമപഞ്ചായത്ത് പാത്തിപ്പാലം മാതൃകാ അംഗൻവാടി കെട്ടിട ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. 25 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. മൊകേരി പഞ്ചായത്തിലെ പാത്തിപ്പാലം മാതൃകാ അംഗൻവാടി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLAയുടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. KP മോഹനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അംഗൻവാടികൾക്ക് ഭൂമി നൽകിയാൽ അതിന് വേണ്ട ഫണ്ട് 25 ലക്ഷം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാതൃകാ അംഗൻവാടിയാണെങ്കിൽ 30 ലക്ഷം രൂപയും. 3 മാതൃകാ അംഗൻവാടികളാണ് ഇപ്രാവശ്യം നമുക്ക് ഈ മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വളരെ സുന്ദരമായ സ്ഥലം, കളിക്കാനുള്ള ഉപകരണങ്ങളും ഒക്കെ തന്നെയായിട്ട്. അപ്പോൾ അങ്ങനെ മാതൃകാ അംഗൻവാടിയും അംഗൻവാടികളും ഒക്കെ തന്നെയായിട്ട് ഇനി കുറച്ച് പഞ്ചായത്തിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ അംഗൻവാടികൾക്ക് പുതിയ കെട്ടിടം വേണ്ടിയുള്ളൂ. അത് ഭൂമി ലഭിക്കാത്തതിനുള്ള പ്രശ്നമാണ്. ഭൂമി ലഭിച്ചാൽ അതിനും കൂടി ഫണ്ട് നൽകുന്ന രൂപത്തിലേക്കാണ് ഉള്ളത്. അപ്പോൾ അംഗൻവാടികൾക്ക് ഫണ്ട് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അംഗൻവാടി എന്ന് പറയുന്നത് പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹ്യ, ആരോഗ്യ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നൊരു കേന്ദ്രമാണ്. അവിടെ നമ്മുടെ അമ്മമാർക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഒക്കെ തന്നെ, പ്രായമുള്ള സ്ത്രീകൾക്കും ഒക്കെ തന്നെയുള്ള ആരോഗ്യ സംരക്ഷണം കൂടി അവിടെ ഒരുക്കിയിരിക്കുകയാണ്. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ് സ്വാഗതം പറഞ്ഞു. മൊകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രാജശ്രീ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ, CDPO ആശാലത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NK ജയപ്രസാദ്, M. രതി, A. പ്രദീപൻ, മുൻ മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് TP രാജൻ, അംഗൻവാടി ടീച്ചർ V. അനില തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. തിരികെ വാർത്തകളിലേക്ക്. മാഹി സബർമതി ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയും കലാവിരുന്നുമായ ഫ്ലവേഴ്സ് ഫിയസ്റ്റ നവംബർ 6, 7, 8, 9 തീയതികളിൽ മാഹി മൈതാനിയിൽ നടക്കും. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം നവംബർ 6 വൈകിട്ട് 6 മണിക്ക് രമേശ് പറമ്പത്ത് MLA നിർവഹിക്കുമെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാഹി സബർമതി ഇന്നൊവേഷൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ രണ്ടാമത്തെ എഡിഷനായി ഈ വർഷം ഫ്ലേവേഴ്സ് ഫിയസ്റ്റ എന്ന പേരിൽ ഭക്ഷ്യ വിഭവമേള മാഹി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് വരുന്ന നവംബർ 6, 7, 8, 9 തീയതി വരെ നടത്തുകയാണ്. ഈ പരിപാടി കഴിഞ്ഞ വർഷം നമ്മൾ ഫെബ്രുവരി മാസം നടത്തിയിരുന്നു. ഈ വർഷം 2ാം തവണയാണ് നടത്തുന്നത്. 2ാം തവണ നടത്താൻ കാരണം 1ാം തവണ നമ്മൾ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ പിന്തുണയാണ്. നമ്മുടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന, നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ചെറുപ്പക്കാർ നടത്തുന്ന സംഘടന എന്നതിലുപരി ഇതിൽ പ്രത്യേക വേരോട്ടമൊന്നും ഇല്ലാത്ത സംഘടനയാണ്. കഴിഞ്ഞ 6-7 വർഷം മാത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എങ്കിൽ കൂടി കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ജനങ്ങളുടെ ബാഹുല്യം, പങ്കെടുത്ത ജനങ്ങളുടെ പിന്തുണ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സന്തോഷത്തിലും ഒരിക്കൽ കൂടി പങ്കുചേരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ 2ാം തവണയിൽ നടത്തുന്നത്. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയും കലാവിരുന്നുമായ ഫ്ലവേഴ്സ് ഫിയസ്റ്റ നവംബർ 6 മുതൽ 9 വരെ മാഹി മൈതാനി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഴയുടെ ഭക്ഷ്യസംസ്കാരത്തിന് തനത് രുചിയുടെ രസക്കൂട്ടും സുമനസ്സുകൾക്ക് കലയുടെ തിരുമധുരവും പകർന്നതായിരിക്കും ഭക്ഷ്യമേളയെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാചക മത്സരങ്ങൾ, വിവിധ സ്റ്റാളുകൾ, ഓട്ടോ എക്സ്പോ, വിപണന സ്റ്റാളുകൾ 7-8 ദിവസങ്ങളിൽ 2 ഘട്ടങ്ങളായാണ്. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും കുക്കിംഗ് കോമ്പറ്റീഷൻ, പാചക മത്സരം നടത്തുന്നുണ്ട്. 6 മണിക്ക് ശേഷം യോഗവും അതുപോലെയുള്ള വിവിധ കലാപരിപാടികളായിരിക്കും നടത്തുക. എല്ലാ ദിവസവും അങ്ങനെ ദിനമുണ്ടാവുക. 1ാമത്തെ ദിവസം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത്, നവംബർ 6 തീയതി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മാഹി MLA ശ്രീ രമേശ് പറമ്പത്ത് അവരുകളാണ്. മുൻമന്ത്രിയും നമ്മുടെ രക്ഷാധികാരിയുമായ ശ്രീ E. വത്സരാജാണ് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത്. അതുപോലെ മുഖ്യഭാഷണം നിർവഹിക്കുന്നത് മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D. മോഹൻകുമാർ അവരുകളാണ്. തുടർന്ന് ഇന്നത്തെ 6-ാം തീയതി കലാപരിപാടികൾ നടത്തുകയാണ്. കലാപരിപാടികൾ നൃത്യങ്ങളുണ്ട്. മാഹിയിലെ തന്നെ കുട്ടികളുടെ ചെണ്ടമേളമുണ്ട്, കളരിപ്പയറ്റുണ്ട്,
കണ്ണൂർ ബോഡി ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ ബോഡി ഷോ ഉണ്ട്. പിന്നെ ഒരു പ്രസിദ്ധനായ മ്യൂസിഷ്യൻ്റെ മാജിക് ഷോ ഉണ്ട്. ഈ പരിപാടികളൊക്കെ 6-ാം തീയതി ഉദ്ഘാടന ദിവസം തന്നെ നടക്കും. 7-ാം തീയതി നടക്കുന്നത് വൈകുന്നേരം 4 മണിക്ക് പാചക മത്സരമാണ്. 7-ാം തീയതിത്തെ പാചക മത്സരം ബിരിയാണിയാണ് അന്നത്തെ ഐറ്റം. ബിരിയാണി പാചക മത്സരത്തിന് നമുക്ക് വേണ്ടുവോളം പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതിൻ്റെ എൻട്രീസ് സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എൻട്രീസ് നിർത്തിയിരിക്കുകയാണ്. നഴ്സറി തുടങ്ങിയവയിലൂടെ വികലാംഗക്ഷേമ പ്രവർത്തനമാണ് ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നവംബർ 6 വൈകിട്ട് 6 ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മുൻ പുതുശ്ശേരി ആഭ്യന്തരമന്ത്രി ഇ വത്സരാജിന്റെ അധ്യക്ഷതയിൽ രമേശ് പറമത്ത് MLA നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ PC ദിവാനന്ദൻ മാസ്റ്റർ, ഭാരവാഹികളായ കലാട്ട് പ്രേമൻ, അനിൽ വിലങ്ങിൽ, KK രാജീവ്, അജയൻ പൂഴിയിൽ, KM പവിത്രൻ എന്നിവർ പങ്കെടുത്തു. പാനൂർ നഗരസഭയിലെ കരിയാട് താവുമ്പ്രം വാർഡിലെ ഇല്ലത്തുമീത്തൽ ചിരകാതത്തിൽ റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭയിലെ കരിയാട് താവുമ്പ്രം വാർഡിലെ ഇല്ലത്തുമീത്തൽ ചിരകാതത്തിൽ റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ NA കരീം അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർമാരായ സൈനുദ്ദീൻ തങ്ങൾ, അൻവർ കക്കാട്, മുസ്തഫ കല്ലുമ്മൽ, MC അൻവർ, KT അനി, മജീദ് കാട്ടിൽ, VV അഷ്റഫ് കാട്ടിൽ, സത്യൻ എന്നിവർ സംസാരിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ ഹസീന കിഴക്കേച്ചാലിൽ സ്വാഗതവും EM അറഫാത്ത് നന്ദിയും പറഞ്ഞു. പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ പണിത മാതൃകാ അംഗൻവാടി നാടിന് സമർപ്പിച്ചു. 28 ലക്ഷം രൂപ വകയിരുത്തിയാണ് മാതൃകാ അംഗൻവാടി പണിതത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഇത്രയും നമ്മുടെ ബഹുമാന്യനായ MLAയുടെ ഏറ്റവും നല്ല സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് 28 ലക്ഷം രൂപയോളം ഈ മനോഹരമായ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അംഗൻവാടിയുടെ ഈ മാതൃകാ അംഗൻവാടിയുടെ ഏറ്റവും നല്ല ഹൃദ്യമായ ഒരു അനുഭവമായി മാറിയിരിക്കുക. അങ്കണവാടി എന്ന് പറയുന്നത്, അങ്കണം എന്ന് പറയുന്നത് മുറ്റമല്ലേ? അപ്പോൾ അങ്കണം, ആ മുറ്റത്ത് പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ പാറിപ്പാറി നടക്കുന്ന നമ്മുടെ കൊച്ചുമക്കളെ, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഈ നല്ല ഹൃദയ നൈർമല്യമുള്ള ഏത് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഏറ്റവും ശൈശവദശയിലുണ്ടാവുന്ന ഒരു തെറ്റായ പ്രവണതകൾക്കും അടിമപ്പെടാത്ത ആ പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് എല്ലാ രീതിയിലും പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇത്ര മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കായകൽപ്പ അവാർഡ് നേടിയ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചൈതന്യയെ E വിജയൻ മാസ്റ്റർ ഉപഹാരം നൽകി അനുമോദിച്ചു. പന്നിന്നൂർ പഞ്ചായത്തിൽ പട്ടയം അനുവദിക്കപ്പെട്ടവർക്കുള്ള പട്ടയ വിതരണം തലശ്ശേരി തഹസിൽദാർ M വിജേഷ് നിർവഹിച്ചു. പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV ബീന, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ, CDPO PV ആശാലത, ICDS സൂപ്പർവൈസർ N സരിത, VM ബാബു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP സുരേന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി VM ഷീജ നന്ദിയും പറഞ്ഞു. പന്നിന്നൂർ LP സ്കൂൾ പരിസരത്ത് സ്കൂൾ മാനേജർ തങ്കം N നമ്പ്യാർ സംഭാവന ചെയ്ത 5 സെന്റ് സ്ഥലത്താണ് 28 ലക്ഷം രൂപ വകയിരുത്തി മാതൃകാ അങ്കണവാടി പണിതത്. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
കണ്ണൂർ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭകളെ അനുമോദിച്ചു. PTA നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. കണ്ണൂർ രൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ശ്രീനദിയെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഠിനാധ്വാന കൂടുതൽ ഇതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം. കഠിനാധ്വാനം ചെയ്ത ആദ്യത്തെ ടീം മെമ്പറായിട്ട് സ്നേഹിച്ച് നമുക്ക് അഭിനന്ദിക്കാം. നല്ലൊരു ക്ലാസ് കൊടുത്തുകൊണ്ട് ഈ മിടുക്കനെ നമുക്ക് അഭിനന്ദിക്കാം. PTA പ്രസിഡന്റ് NC മുഹമ്മദ് സാജിദ് അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ഷാജി ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് മാത്യു മുഖ്യാതിഥിയായി. വളരെ വലിയൊരു നേട്ടമാണ് ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ മറ്റൊരു പറഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ നേടിയത്. 15ഓളം വിദ്യാർത്ഥികൾ സംസ്ഥാനതല മത്സരത്തിൽ ഗോൾഡും സിൽവറുമായി തിരികെ എത്തി. ഈ അടുത്ത നാളിലാണ് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കലോത്സവത്തിലും സെന്റ് ജോസഫ് സ്കൂൾ ചാമ്പ്യന്മാരായത്. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ മറ്റ് ഇനങ്ങളിലും അതുപോലെ കലാരംഗത്തും കായിക രംഗത്തും വളരെ വർഷങ്ങളായിട്ട് മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് തലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ. അതിന് നല്ലൊരു നമ്മൾ ആർക്കും വേണ്ടുന്ന ഒരു കാര്യം, അതായത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അധ്യാപകരും അതുപോലെ മറ്റ് മാനേജ്മെന്റിൽ പെടുന്നവർ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നു എന്നൊരു തെളിവാണ് നമ്മുടെ ഈ വിദ്യാലയം ഈ രീതിയിൽ ഉന്നത ബഹുമതി കരസ്ഥമാക്കിയിട്ടുള്ളത്. പല സ്കൂളുകളിൽ സംഭവിക്കുന്നത് എനിക്ക് നേരിട്ടറിയാം. ഇവിടെയായാലും മറ്റ് പല സ്ഥലങ്ങളിലും പഠനം എന്നൊരു കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. തീർച്ചയായും ഈ സ്കൂളിനെ സംബന്ധിച്ചോളം എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ തലശ്ശേരി എത്തിയിട്ട് 25 വർഷമായി. നമ്മുടെ ജോൺസൺ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുൾ ടൈം ഗ്രൗണ്ടിൽ ഈ വിദ്യാലയത്തിലെ കുട്ടികളെ മാത്രമല്ല തലശ്ശേരിയിൽ ഹോക്കി പഠിക്കാൻ വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ജോൺസൺ മാഷ്. മാനേജർ റവറൻ ഫാദർ ബെന്നി മണപ്പാട്ട്, മദർ PTA പ്രസിഡന്റ് സീന ശ്രീകുമാർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക P സിമി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളെ ആനയിച്ച് ആഹ്ലാദ പ്രകടനവും നടന്നു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ
അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാനൂർ ES അക്കാദമി കളർ ഡേ സംഘടിപ്പിച്ചു. ദക്ഷതാ പുരസ്കാരം നേടിയ കൂത്തുപറമ്പ് ACP MB ആസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാനൂർ ES അക്കാദമി കളർ ഡേ സംഘടിപ്പിച്ചു. ദക്ഷതാ പുരസ്കാരം നേടിയ കൂത്തുപറമ്പ് ACP MB ആസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ACP ആസാദിന് ES അക്കാദമിയുടെ ഉപഹാരം ES അക്കാദമി ചെയർമാൻ ബാലിയിൽ മുഹമ്മദ് നൽകി. വൈസ് ചെയർമാൻ KK അബ്ദുള്ള, സെക്രട്ടറി KK അസ്ലം, ES അബുദാബി ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുള്ള MK, ES ദുബായ് ചാപ്റ്റർ മെമ്പർ KV ഇസ്മായിൽ, പ്രിൻസിപ്പൽ നിവ്യ വിജയൻ എന്നിവർ സംസാരിച്ചു. ഓഫീസ് കോർഡിനേറ്റർ ഹനത് ബാലിൽ നന്ദിയും പറഞ്ഞു. നിർധനരായ രോഗികളെ സഹായിക്കുന്നതുൾപ്പെടെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കാൻ തലശ്ശേരി റോട്ടറി ക്ലബ് യാദോങ്കി മെഹഫിൽ എന്ന പേരിൽ സംഗീത നിശ സംഘടിപ്പിക്കും. തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക നഗരസഭാ ടൗൺ ഹാളിൽ ഞായറാഴ്ച വൈകിട്ട് 6-ന് പ്രശസ്ത ഗായകൻ മുഹമ്മദ് അസ്ലം നയിക്കുന്ന ഗാനമേള നടക്കുമെന്ന് സ്വാഗത സംഘ ചെയർമാൻ അർജുൻ അരയാക്കണ്ടി തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി പോലീസിന് ഡ്രഗ് അനലൈസർ മെഷീൻ, ഭവനരഹിതരായ നിർധന കുടുംബങ്ങൾക്ക് വീട് പണിതു നൽകൽ, ശ്രവണശേഷിയില്ലാത്തവർക്ക് ഹിയറിംഗ് എയ്ഡുകൾ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സേവന മേഖലയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട സംഘടന ഏറ്റെടുത്ത് നടത്തുന്നത്. സംഗീത നിശയുടെ ഉദ്ഘാടനം ജില്ലാ ജഡ്ജ് KT നിസാർ അഹമ്മദ് നിർവഹിക്കും. സംഗീത നിശ ഓഡിറ്റോറിയത്തിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിതമാണ്. ഒത്തുകൂടി ചേർത്തിറക്കിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇവന്റ് യാദോങ്കി മെഹഫിൽ എന്ന് പറയുന്ന പേരിൽ മുഹമ്മദ് അസ്ലം എന്ന് പറയുന്ന സിംഗറെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മുകേഷ്
ഒരു ട്രിബ്യൂട്ട്, അങ്ങനെയുള്ളൊരു മ്യൂസിക്കൽ ഇവന്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് നടക്കുന്നത് വരുന്ന ഞായറാഴ്ച, അതായത് 9-ാം തീയതി നമ്മുടെ തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ട് വൈകുന്നേരം 6 മണി തൊട്ട് 10 മണി വരെയുള്ള ആണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി ആയിട്ടുള്ള ശ്രീ KT നിസാർ അഹമ്മദ് അവർകളാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി നമുക്കായിട്ട് സമർപ്പിക്കുന്നത്. ഒപ്പം അന്നത്തെ ഇതേ ദിവസം തന്നെ ഈ ഒരു പരിപാടിയിൽ തന്നെ നമ്മൾ മറ്റ് കുറച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും അതോടൊപ്പം ഒരു മ്യൂസിക്കൽ നൈറ്റ് പരിപാടിയായിട്ട് കൂടിയാണ് ഇവിടെ ഞങ്ങൾ നടത്തുന്നത്. തെളിച്ചറി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ VP ശ്രീജിത്ത്, സെക്രട്ടറി ദർശൻ വിജയ്, സുഹാസ് വേലാണ്ടി, വിൻവിൻ കോർപ്പ് മാനേജിംഗ് പാർട്ണർ T മിലേഷ് കുമാർ, TM ദിലീപ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തലശ്ശേരി സൗത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി തലശ്ശേരി സേക്രഡ് ഹാർട്ട് LP സ്കൂൾ. പങ്കെടുത്ത 13 ഇനങ്ങളിൽ 9 ഒന്നാം സ്ഥാനം നേടിയാണ് സേക്രഡ് ഹാർട്ട് LP സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. തലശ്ശേരി സൗത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ തലശ്ശേരി സേക്രഡ് ഹാർട്ട് LP സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്ത വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. പങ്കെടുത്ത 13 ഇനങ്ങളിൽ 9 ഒന്നാം സ്ഥാനം നേടിയാണ് സേക്രഡ് ഹാർട്ട് LP സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. സിസ്റ്റർ ഡാലിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അതിദരിദ്രരില്ലാത്ത ജില്ലയെന്ന വിമുക്ത പ്രഖ്യാപനത്തിൽ ആഹ്ലാദവുമായി എരഞ്ഞോളിയിലെ വാർഡ് കേന്ദ്രങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി. വടക്കുംപാട് കാളിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വടക്കുംപാട് പോസ്റ്റ് ഓഫീസിൽ സമാപിച്ചു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് LDF എരഞ്ഞോളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. വടക്കുംപാട് കാളിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പോസ്റ്റ് ഓഫീസിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM നേതാവ് EP ജയരാജൻ BJPയിൽ ചേരാൻ ആഗ്രഹം അറിയിച്ചിരുന്നെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. EP പുസ്തകം എഴുതിയത് MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചാണെന്നും AP അബ്ദുള്ളക്കുട്ടി. കണ്ണൂരിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. സംഭവത്തിൽ മമ്പറം സ്വദേശി ധനേഷ് അറസ്റ്റിൽ. മാഹിയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം. ഡിസംബർ 4 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തും. കക്ഷി രാഷ്ട്രീയ പരിഗണന നോക്കാതെ 52 വാർഡുകളിലും നഗരസഭ കാഴ്ചവെച്ചത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തികളാണെന്ന് തലശ്ശേരി നഗരസഭ ഭരണസമിതി അംഗങ്ങൾ. ഇവയിൽ ഭൂരിഭാഗവും പൂർത്തീകരിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.